സംവിധായകൻ പോൾ ജോർജ് സംവിധാനം ചെയ്ത കാട്ടാളൻ എന്ന സിനിമയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ സിനിമയുടെ കഥയെപ്പറ്റി പറയുകയാണെങ്കിൽ, പുലിയെ കണ്ട് പൂച്ച ചൂടുവെച്ചതുപോലെ ഈ പുഴപ്പ പാൻ ഇന്ത്യ ആയിപ്പോയി. അതുപോലെ ഞങ്ങൾക്കും ഒരു സിനിമ എടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് ഈ പുഷ്പ സിനിമയിലെ വില്ലനെയും അയാളുടെ കൂട്ടാളികളെയും കൊണ്ടുവന്ന് ഈ പടത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൽ ചന്ദനം കടത്തുന്നതിന് പകരം ആനക്കൊമ്പ് കടത്തുകയാണ്. രണ്ട് ഗ്രൂപ്പുകളുണ്ട്, അവർ തമ്മിൽ ഒരു മത്സരം നടക്കുന്നു. ഇതിനിടെ ഒരു കർശനക്കാരനായ ഓഫീസർ കടന്നു വരുന്നു. ഇപ്പോൾ ആനക്കൊമ്പ് കടത്തുന്നതിന് പ്രശ്നങ്ങളുണ്ടായി. ഇപ്പോൾ സുനിൽ പോയി നായകനെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവരെത്ര നന്നായിട്ടാണ് കടത്തുന്നതെന്ന് നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ നായകൻ വന്ന് എല്ലാവരുടെയും കണ്ണിൽ പൂടിയിട്ട് അയാൾ നന്നായി ആനക്കൊമ്പ് കടത്തുകയാണ്. ഒരു ഘട്ടത്തിൽ നായകനും വില്ലനും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായി. പിന്നീട് എന്ത് സംഭവിച്ചു എന്നതാണ് ഈ സിനിമയുടെ കഥ. നമ്മൾ അടുത്ത കാലത്ത് കണ്ട മലയാള സിനിമകളിൽ വെച്ച് ഏറ്റവും മോശം സിനിമ ഇതാണെന്ന് പറയേണ്ടി വരും. സിനിമയ്ക്ക് ഒരു അരമണിക്കൂറിന്റെ കഥ മാത്രമേ അവർ എഴുതിയിട്ടുണ്ടാവൂ. ആകെ അരമണിക്കൂറിന്റെ ഫൂട്ടേജ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത് ഹൈ സ്പീഡിൽ വെച്ച് 2 മണിക്കൂർ സിനിമയാക്കി കാണിക്കുകയാണ്. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. തിയേറ്ററിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കാണാതാവുന്നത് പോലെയാണ് തോന്നുന്നത്. എപ്പോഴും ഒരു ജീപ്പ് എടുത്തു പോകുന്നു, ആ ജീപ്പിനെ തടഞ്ഞു പരിശോധിക്കുന്നു, അവിടെ ഒരു വഴക്കുണ്ടാക്കുന്നു, പിന്നെ വീണ്ടും ജീപ്പ് എടുത്തു പോകുന്നു, അവിടെ പോയി എന്തോ വഴക്കുണ്ടാക്കുന്നു, ജീപ്പ് എടുത്ത് രാമേശ്വരത്ത് പോകുന്നു, അവിടെ നിന്ന് കപ്പലിൽ പോകുന്നു, കപ്പലിൽ നിന്ന് വീണ്ടും സിലോണിൽ പോയി ജീപ്പ് ചേസിങ് ചെയ്യുന്നു. എന്തിനാ പോകുന്നത്, എവിടേക്കാ പോകുന്നത്, വന്നവരൊക്കെ ആരാണ്, ഒന്നും മനസ്സിലാവുന്നില്ല. കണ്ടുകൊണ്ട് സിനിമ കാണാൻ പറ്റുന്നില്ലെങ്കിൽ ചെവി കൊണ്ട് സംഗീതം കേൾക്കാനും പറ്റുന്നില്ല. രവി ബസ്രൂർ ഇഷ്ടം പോലെ താളമടിച്ച് കാത് പൊളിച്ചു വിട്ടു. പിന്നെ ഈ സിനിമ മാർക്കോ യൂണിവേഴ്സ് ലെവറാണ്. കാരണം മാർക്കോയുടെ പ്രൊഡ്യൂസർ തന്നെയാണ് ഈ സിനിമയുടെയും പ്രൊഡ്യൂസർ. ആ യൂണിവേഴ്സ് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. യൂണിവേഴ്സിനൊക്കെ ഒരു തലവൻ എന്ന് പറഞ്ഞ് നമ്മുടെ ഒരാളുണ്ടല്ലോ, അയാൾ ഈ സിനിമയിലും ഉണ്ട്. അതൊരു രഹസ്യമായിട്ട് വെച്ചിരിക്കുകയാണ്. ആ രഹസ്യം നിങ്ങളും ആരോടും പറയരുത്. അദ്ദേഹം ഒരു ക്യാമിയോ റോളാണ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമയിൽ നോക്കുകയാണെങ്കിൽ അദ്ദേഹവും വന്ന് അഭിനയിച്ചിട്ടുണ്ട്. എന്തിനാണ് വന്നതെന്ന് പോലും അറിയില്ല. ഞങ്ങൾ കുറേ നേരം ചർച്ച ചെയ്തതിന് ശേഷമാണ് ഒരു അനിയൻ പറഞ്ഞത്, സാധാരണയായി ലോകേഷ് കനകരാജ് സിനിമകളുടെ ഈ ബന്ധമില്ലാതെ ആരോ വന്ന് അഭിനയിക്കാറുണ്ടല്ലോ എന്ന്. സ്പെഷ്യൽ അപ്പിയറൻസ്, ക്യാമിയോ എന്നൊക്കെയാണല്ലോ പറയാറ്. അവർക്ക് എന്തിനാണ് വന്നതെന്നും എവിടുന്നാണ് വന്നതെന്നും നമ്മൾ ചോദിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ഈ സിനിമയിൽ ലോകേഷ് കനകരാജിനെ തന്നെ ഉൾപ്പെടുത്തിയാൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ലോകേഷ് കനകരാജിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കിക്കോളൂ എന്ന് സിനിമ ടീമിന് പറയാൻ പറ്റുമല്ലോ. അതിനായിട്ടാണോ അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയതെന്ന് അറിയില്ല. നന്നായിരുന്ന് കാണാൻ പറ്റുന്നൊരു സിനിമ എടുക്കാൻ ഇവർക്ക് അറിയില്ല. ഇവർ യൂണിവേഴ്സിലേക്ക് പോയി. ഈ സിനിമയൊക്കെ അബദ്ധവശാൽ ഓടിത്തുടങ്ങിയാൽ നമ്മളെ അവർ വെറുതെ വിടില്ല.